ലോക നാടക ദിനത്തിൽ നാടകത്തെ നെഞ്ചേറ്റിയ ഒരു ഗ്രാമത്തെയാണ് ഇനി പരിചയപ്പെടുത്തുന്നത്. വേലൂർ പഞ്ചായത്തിലെ പാത്രമംഗലം ഗ്രാമമാണ് നാടക പ്രവർത്തനം കൊണ്ട് ശ്രദ്ധ നേടിയിട്ടുള്ളത്. നാടക കലാകാരാൽ സമ്പന്നമാണ് പാത്രമംഗലം ഗ്രാമം. ഈ നാടിൻ്റെ നാടക പാരമ്പര്യത്തിന് 6 പതിറ്റാണ്ടിൻ്റെ പാരമ്പര്യമുണ്ട്. വിവിധ കൂട്ടായ്മകളിലൂടെ നിരവധി നാടകങ്ങൾ ഇവിടെ അവതരിപ്പിച്ചിട്ടുമുണ്ട്. നാട്ടുകാർ തന്നെ രചന നടത്തി നാട്ടുകാർ തന്നെ അഭിനയിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ട പ്രത്യേകത. ഇവിടുത്തെ ഭൂരിഭാഗം വീടുകളിലെയും ഒരാളെങ്കിലും ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഒരു നാടകത്തിലെങ്കിലും അഭിനയിക്കുകയോ അല്ലെങ്കിൽ നാടക പ്രവർത്തനങ്ങളിൽ സജീവമാകുകയോ ചെയ്തിട്ടുണ്ടാകും. ഈ വരുന്ന വിഷുവിനോടനുബന്ധിച്ചും നാടകം അവതരിപ്പിക്കുവാനുള്ള പരിശീലനത്തിലാണ് നാട്ടുകാർ. വളരെ സമ്പന്നമായ ഒരു നാടക പാരമ്പര്യം തന്നെയാണ് പാത്രമംഗലം ഗ്രാമത്തിന് അവകാശപ്പെടാനുള്ളത്. ഇതിൽ അഭിനയിക്കുന്നവരെല്ലാം തന്നെ വിവിധ ജോലികൾ ചെയ്യുന്നവരാണ്. അവരുടെ ജോലികൾ കഴിഞ്ഞു വന്ന് രാത്രിയാണ് റിഹേഴ്സൽ നടക്കുന്നത്. അത് മിക്കവാറും രാവേറും വരെ നീളുകയും ചെയ്യാറുണ്ട്. പ്രൊഫഷണൽ നാടകങ്ങളും മറ്റ് അമേച്ചർ നാടക കൂട്ടായ്മകളും നടക്കുന്നുണ്ടെങ്കിലും ഗ്രാമവാസികൾ മുഴുവനായി സഹകരിച്ചുകൊണ്ട് നടക്കുന്ന ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ ഈ പ്രദേശങ്ങളിൽ വളരെ കുറവാണെന്ന് തന്നെ വേണം പറയാൻ. വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്ന് ഉപയോഗം കൊണ്ട് സാമൂഹിക അന്തരീക്ഷം ഭയാനകമായ അവസ്ഥയിലേക്ക് മാറുമ്പോൾ നാടകമാണ് ലഹരിയെന്ന് പ്രഖ്യാപിച്ചാണ് ഈ വർഷത്തെ നാടകമൊരുക്കുന്നത്. നാട്ടുകാരനും ഓട്ടോറിക്ഷ തൊഴിലാളിയുമായ മണികണ്ഠനാണ് മുന്നാഴി കനവ് എന്ന നാടകത്തിൻ്റെ കഥ എഴുതിയിട്ടുള്ളത്. മണികണ്ഠൻ ഇതിനു മുൻപ് 30 നാടകങ്ങൾ എഴുതിയിട്ടുണ്ട്. പഠിക്കുന്ന കാലം മുതൽ തന്നെ സ്കൂൾ നാടകങ്ങൾ എഴുതി ഒരു 10-30 നാടകങ്ങൾ ഇതുവരെ എഴുതിയിട്ടുണ്ട്. ഈ ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഒരു 10-15 നാടകം കളിച്ചിട്ടുണ്ട്. അതേ ഇത് ഇപ്പോഴും കൊണ്ടു നടക്കുന്ന എൻ്റെ കുറേ സുഹൃത്തുക്കൾ എൻ്റെ ഒപ്പമുണ്ട്. അതും എൻ്റെ ഒരു വിജയമാണ്. സജീവ നാടക ചലച്ചിത്ര പ്രവർത്തകനായ സ്വാതി മോഹൻ ഷൊർണൂറാണ് സംവിധാനം നിർവഹിക്കുന്നത്. നാട്ടുകാർ ജോലി കഴിഞ്ഞെത്തി രാത്രിയിലാണ് റിഹേഴ്സൽ നടത്തുന്നത്. ഏപ്രിൽ 13 വിഷുത്തലേന്ന് രാത്രിയിൽ പാത്രമംഗലം ശ്രീ പാർത്ഥസാരഥി ക്ഷേത്ര മൈതാനിയിൽ നാടകം അരങ്ങേറും. TCV എരുമപ്പെട്ടി.